ഇത് കണ്ടോ, ഇത് ഈ ആസ്ട്രോളജിയെ പറ്റി ഇവ പൊക്കി അടിച്ച് കുറെ സാധനം വരുന്നുണ്ട്. അപർണ ബാലമുരളി, മമത, ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ വന്നിട്ട് ആസ്ട്രോളജി ഭയങ്കര സംഭവമാണ്, നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങോട്ട് കൊടുത്താൽ മതി, ഉടൻ തന്നെ എന്താ പറയാ ഇവിടെ നിങ്ങളുടെ ഭാവി പറയും, ആരാ കെട്ടാൻ പോകുന്നെന്ന് പറയും. ശടാ, എന്തിനാടാ ഈ കെട്ട്, എന്തിനാടി കെട്ടിയിട്ട്, ഈ പറയുന്നവരൊക്കെ കെട്ടിയിട്ടില്ല. അതാ വേറൊരു കോമഡി ആണോ, ഇങ്ങനെയുള്ള ഊളത്തിലൊക്കെ പറയുക ആസ്ട്രോളജി ഭയങ്കര സംഭവമാണെന്ന് പറയുക. ഈ വന്ന കാലത്ത് വന്ന് ഇത് ഇറക്കുക. ആപ്പൊക്കെ വരുന്നുണ്ട് ആസ്ട്രോളജിയൊക്കെ റിലേറ്റ് ചെയ്ത് ആപ്പുകൾ മറ്റേ ഇസ്രായേലി കമ്പനിയൊക്കെ ഇറക്കി വിടുന്നുണ്ട്, ഇന്ത്യയൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ എന്തിലാട്ടെ, ഇതൊന്ന് ഇതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുമ്പോഴേ മന്ത്രവാദി, പൂജാരി, സകലവിധ പുരോഹിതന്മാര്, മുല്ലാക്ക്, എന്തും ആയിക്കോട്ടെ, ഈ റിലീജിയനും ഇങ്ങനത്തെ ബിലീഫൊക്കെ വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുക എന്ന് പറയണം. പഴയ ആൾക്കാരുണ്ട്, അതായത് എന്താ പറയാ, പഴയ ആളുകൾ പണ്ട്, അതായത് ഈ സയൻസ് ഒന്നും ഇത്ര പുരോഗമിക്കുന്നതിന് മുമ്പ് ഇതേ പ്രാക്ടീസുകൾ ഇതിലും കുറച്ചുകൂടി തീവ്രമായിട്ടായിരിക്കും അവർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഭയങ്കര മന്ത്രവാദവും കൂടോത്രവും ഒക്കെ ഉണ്ടാകുന്നത്, അതിനകത്തൊക്കെ വിശ്വസിച്ച് പേടിച്ച്. പക്ഷെ അന്ന് ആ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാൾ ഇത്രയ്ക്ക് വലിയ കള്ളനല്ല എന്ന് മനസ്സിലായില്ല. കാരണം അവർക്ക് അറിയത്തില്ല, അവർ വിശ്വസിച്ച ടോപ്പ് സയൻസ് അതായതുകൊണ്ട് അന്ന് അത് ചെയ്ത് അവർ കുറച്ച് സത്യസന്ധമായിട്ടായിരിക്കും അന്ന് ഇടപെട്ടേക്കുന്നത്. കാരണം എന്നാ, അവർ ചിലപ്പോൾ നന്നാക്കാൻ വേണ്ടി തന്നെയായിരിക്കും ചെയ്തത് പലരും. പിന്നെ ദുർമന്ത്രവാദവും പരിപാടിയൊക്കെ അതിനകത്ത് നെഗറ്റീവ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് നെഗറ്റീവ് എനർജി, അതും വിശ്വസിച്ചിരുന്നു. ഓക്കെ, അത് വിശ്വസിക്കുന്നതിനകത്ത് നെഗറ്റീവ് എനർജിയാ, മനസ്സിലായില്ലേ? ആ സാധനം നെഗറ്റീവ് എനർജി, പോസിറ്റീവ് എനർജി, ഇപ്പൊ അത് കേൾക്കാനേ ഇല്ല. ഒരിടയ്ക്ക് ഉണ്ടാകും ഈ വിശ്വാസം, ദൈവം ഇല്ല മറ്റില്ലെന്ന് പറയുമ്പോൾ ഓരോരുത്തർ ഒരു പോസിറ്റീവ് എനർജി ഇല്ലെന്ന് ഇപ്പൊ അതും ചോദിക്കുന്നില്ല ഒരുത്തിനും, മനസ്സിലായി? ആൾക്കാർക്കൊക്കെ ഒരുപാട് ബോധമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നത്തെ സാഹചര്യത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മന്ത്രവാദിക്കും, എല്ലാ പൂജാരിക്കും, എല്ലാ പ്രീസ്റ്റിനും, ഈ പറഞ്ഞ ആസ്ട്രോളജർക്കും എല്ലാം അറിയാത് ശരിയല്ല. അവർ അതിനകത്ത് വിശ്വസിക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, മനസ്സിലായോ? അവർ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നുണ്ട്, പുറത്തുനിന്നുള്ള മുഴുവൻ ടെക്നോളജി യൂസ് ചെയ്യും. വേണ്ടെന്ന് ആദ്യം പറഞ്ഞ www. എന്ന് പറയുന്ന സാധനം 666 എന്ന് പറഞ്ഞ ടീംസ് ഒക്കെ ഇന്റർനെറ്റിൽ നിന്ന് ഇറങ്ങുന്നില്ല. അതൊന്നും ഇല്ല. കമ്പ്യൂട്ടറിനകത്ത് കയറി ജാതകം ഉണ്ടാക്കാൻ വരിക. ഇപ്പൊ ആപ്പ് വരുന്നുണ്ടെന്ന് ജാതകത്തിന്റെ. ഇതൊക്കെ അവർക്ക് അറിയാന്നേ. എനിക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റേ വാസ്തുവും കീസ്തും ഒക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഓരോ രാജ്യത്ത് ഓരോ പൊട്ടത്തരങ്ങളാണ്. നാട്ടിൽ ഒരു നാട് വിട്ട് വേറെ നാട്ടിൽ ചെല്ലുന്നത് വേറെ ഉടായിപ്പാ. ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന പഴയ ആളുകള് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇന്ന് ചെയ്യുന്നവന്മാരെല്ലാം കള്ളന്മാരാന്ന് പറയും. അവർക്ക് എന്തോട് പൈസ കൊടുത്ത് അഭിനയിക്കൂടോ? ഇത് ഉപയോഗിച്ച് ആർക്കാടോ മാർക്കറ്റ് ചെയ്യാൻ പറ്റും? ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് റിസൾട്ട് ഉണ്ടാവാനാ? അത് മനസ്സിലായി. അവർക്ക് ഇതുങ്ങൾ കാശിട്ട് എന്തും ചെയ്യുന്നവരായിട്ട് വന്നേക്കുന്നവരെ മാത്രമേ ഇതിനകത്ത് കിട്ടത്തുള്ളൂ. എല്ലാം ചിലപ്പോൾ ഇതിനൊക്കെ വല്ല ധാരണ ഉണ്ടാവും. ചിലപ്പോൾ ഇങ്ങനത്തെ അന്ധവിശ്വാസമുള്ള ആൾക്കാരാണോന്ന് ആർക്കറിയാം? വിവരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപർണ ബാലമുരളി എന്ന ചെറുക്കനൊന്നും തോളത്തിട്ടപ്പോ ഇങ്ങനെ കാണിച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് മുങ്ങിയ സമയത്ത് ഞാൻ കുറെ വീഡിയോ ഇട്ടു ഇവർക്കെതിരെ. ഈ കാണിച്ചതൊരു മറ്റേ കുലസ്ത്രീയുടെ പ്രശ്നമാണ്. കുലസ്ത്രീ മോഡൽ അവതരിപ്പിച്ച എന്നിട്ട് അവര് ഈ പയ്യനെ സസ്പെൻഡ് ചെയ്തപ്പോൾ ഇവിടെ ഒന്നും മിണ്ടുന്നില്ല. ആ കാണിച്ചൊരു മോശം പരിപാടിയാ അത്. അമ്മായി സിൻഡ്രോ, മനസ്സിലായോ? അല്ല, പിള്ളേർക്കൊന്നും ഇങ്ങനെ തോളത്ത് ഇവിടെ തോളത്തോട്ട് കൈയിട്ടാ അതിനകത്ത് ബാറ്റ് ടച്ച് ആയിട്ടൊന്നും തോന്നാൻ പറ്റത്തില്ല. തോളത്ത് ഇവിടെ വരെ പിടിക്കുന്നത് ബാറ്റ് ടച്ചും അല്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കെയറിങ് സാധനം ഇത് തോളത്തോട്ട് ഇടുന്നത്. എന്ന് വെച്ചാൽ ഇടരുത്. എനിക്ക് താല്പര്യമില്ല തോളത്ത് കൈയിട്ട് സംസാരിക്കുന്നതോ മുട്ടി നിൽക്കുന്നതോ എനിക്ക് താല്പര്യമില്ല. പക്ഷെ അങ്ങനെ ഒരാൾ ചെയ്തെന്ന് പറഞ്ഞ ഉടനെ അത് ഭയങ്കര മോശപ്പെട്ടൊരു പ്രവൃത്തിയാണെന്ന് സ്വയം തോന്നി ഇങ്ങനെ ഒഴിഞ്ഞു മാറിയ ഒരാളാണ് ഈ അപർണ ബാലമുരളി. അവരിതൊക്കെ കാണിക്കുന്നതിനകത്ത് എനിക്ക് വലിയ അത്ഭുതം തോന്നുന്നില്ല. അവർക്കൊക്കെ ഇതൊക്കെ പറ്റത്തുള്ളൂ. അതിനുള്ള വിവരമൊക്കെ ഉള്ളതെന്ന് അന്നേ മനസ്സിലായത്. ഇതിങ്ങൾക്ക് പല മിക്കേനും അത്രയൊക്കെ ഉള്ളതെന്നേ. മമതയെ പറ്റി പറയുവാണെങ്കിൽ ഒരു സമയത്ത് സുരേഷ് ഗോപിയായിട്ട് സുരേഷ് ഗോപിയെ കെട്ടാൻ പോകുന്നു, സുരേഷ് ഗോപി മമതയെ കെട്ടാൻ പോകുന്നു, ഏണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മമതയെ നമുക്ക് മനസ്സിലാവും മമത ആരാണെന്ന്. മമതയ്ക്ക് സുരേഷ് ഗോപിയോട് എന്തോ താല്പര്യമുണ്ടെന്നില്ല, സുരേഷ് ഗോപി അതിന് പറയുകയാണെന്ന് ഏണ്ട പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഇവർ തമ്മിൽ. എന്തോ റിലേഷൻഷിപ്പ്, ഡിവോഴ്സ് ഒക്കെ ആവണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. ആരൊക്കെയോ ഇതൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ഞാൻ ആ സ്ഥലത്തില്ലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഇതിങ്ങനെ കേൾക്കാം. റൂമേഴ്സ് അല്ലെങ്കിൽ വേണ്ട ഗോസിപ്പ് എന്നോ എന്ത് പറഞ്ഞാലായിരുന്നു ഇവരെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ ദിലീപ്
കാവ്യ മാധവൻ, മഞ്ജു വാര്യർ, മറ്റേ ഭാവന, ഏറ്റവും കിടില സാധനം അതാണ്. അതിനകത്ത് പിന്നെ റിസൾട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ദിലീപ് എന്ന് പറഞ്ഞ ആടെ ചുറ്റും 3 പെണ്ണുങ്ങളാണ്. വേറെ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒന്നും കേസിട്ടില്ല, ഇങ്ങനെ വന്നില്ല. സുരേഷ് ഗോപി മാത്രം പിന്നെ ഇങ്ങനെ ഒരു കേസിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ജയറാം പാർവതിയെ കെട്ടി അതുവഴി അങ്ങ് പോയി. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളെന്നല്ല, ഈ റിലേഷൻഷിപ്പ്, മനസ്സിലായില്ലേ, അതൊക്കെ ഒരു ബന്ധങ്ങൾ. എന്ത് തരം ബന്ധമാണിത് എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത ബന്ധമാണ്. ഇതൊരു ബന്ധമാണ്. അങ്ങനെയൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ തോന്നുന്നത് ഒരാളോട് എങ്ങനെ നമ്മൾ ബന്ധം ഉണ്ടാക്കും എന്നൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇയാളോടൊക്കെയാണോ, അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്താ ഇത്ര കമ്മ്യൂണിക്കേഷൻ, എന്നിട്ട് ഇവർക്ക് എങ്ങനെ ഇങ്ങനെ താല്പര്യം ഉണ്ടായെന്ന് നോക്കി കഴിഞ്ഞാൽ അതും കഴിഞ്ഞു, അതും വിട്ടേ. പിന്നെ ആരാ ഇത് അവതരിപ്പിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ ബാലയുണ്ടോ? ബാലയ്ക്ക് ഇതിന്റെ ആൾക്കാരാന്നേ ഉള്ളൂ, അല്ലാതെ ഇവരൊന്നും പൈസ ഒന്നും കൊടുത്തിട്ട്, ഈ ആസ്ട്രോളജേഴ്സ് പൈസ കൊടുത്ത് ആടിനകത്ത് മോഡലൊന്നും ആക്കിയില്ലല്ലോ. ബന്ധം അതൊക്കെ അങ്ങനെയുള്ളവരാ. ഇതിനൊക്കൊന്നും വലിയ വിവരമൊന്നും ഉണ്ടാവുന്നൊന്നുമില്ല. പിന്നെ ലെന എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി വന്നിട്ട് ആത്മാവിനോട് സംസാരിക്കുന്ന പറഞ്ഞൊരു നടപ്പുണ്ട്. ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇങ്ങനത്തെ ഈ നടനെ നടിയൊന്നും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കായിരുന്നാൽ തന്നെ ഏറ്റവും മണ്ടന്മാരുടെ ഏരിയ ഒന്നാമത് ഇവരെ പൊക്കിയെടുത്ത് അവർ ഭയങ്കര സംഭവം മേടിച്ചോടിച്ചെല്ലുക, ഇതുങ്ങളെ കാണുമ്പോൾ ഓടിക്കൊടുന്ന എല്ലാം പൊട്ടന്മാരാ. നമുക്ക് ഒരു ലോഡ് പൊട്ടന്മാരെ കാണാൻ പറ്റും ഇവർ വരുന്നിടത്ത് തന്നെ. ഇതിന്റെ പുറകെ ഓടുന്നവന്മാർ വിവരമെന്ന് പറഞ്ഞുണ്ടാകത്തില്ല, ബോധവും ഇല്ല, വെളിവും ഇല്ല. അല്ല ഇവരെ കാണുമ്പോൾ ഞാനിവിടെ എല്ലാവരും കണ്ടിട്ടുള്ള ഒരാളാണ് പണ്ട് തൊട്ട്. ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റും. എനിക്ക് അടുത്തിടെ ഞാൻ ഈ പറഞ്ഞവർക്കൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ ചെന്നിട്ട് ആകെ ചെയ്യുന്നത് തന്നെ, ചെന്ന് അലമ്പൊന്നുമില്ല. ഞാൻ ചെന്ന് ദിലീപിന് ക്ഷയിക്കാൻ കൊടുത്തിട്ടുണ്ട്, സലീം കുമാറിന് ക്ഷയിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഈ ലാലിന് ക്ഷയിക്കാൻ കൊടുത്തിട്ടുണ്ട്, നാദിർ ഷൈക്ക് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇടവേള ബാബുവിന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ടീമുണ്ട് ഇവരുടെ. അന്നത്തെ കാലത്ത് ഇവരൊക്കെ തന്നെ ഞാൻ തോന്നുന്നു കലാഭവൻ മിമിക്സ് പരേഡ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കൊച്ചായിരിക്കും, ഞാൻ ഈ സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റിൽ കാണും ഞാൻ. പക്ഷെ ഇവരെന്ത് ചെയ്താലും ചിരിക്കത്തില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് ഇരിക്കും, മനഃപൂർവ്വം ചിരിക്കാത്തതാ. ഞാൻ എന്നിട്ട് ഇത് കാണാതെ അങ്ങ് പഠിക്കുകയാണ്. എന്നിട്ട് സ്കൂളിൽ പോയി റീക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പിള്ളേർ അന്നൊന്നും ഇത് സ്റ്റേജേ മാത്രമേ നടക്കത്തുള്ളൂ, അല്ല ടി വിയിലൊന്നും വരത്തില്ല. അപ്പൊ ഇത് നമ്മൾ അവിടെ കാണിക്കുമ്പോൾ എല്ലാം ക്ലാസ് മൊത്തം ചിരിക്കുന്നു, സ്റ്റേജിൽ ചെന്ന് കളിച്ച് അവിടെ എല്ലാവരും ചിരിക്കുന്നു, നാട്ടിൽ ചെന്ന് കാണിച്ച് അവിടെ ചിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെറിയ സ്കിറ്റല്ലേ ഇതെല്ലാം, പൊട്ട കോമഡി. അപ്പൊ ഇതെല്ലാം കാണിക്കും. അപ്പൊ സലീം കുമാറൊക്കെ അന്ന് കാണിക്കുന്ന കോമഡിയൊക്കെ ഉണ്ട്. സലീം കുമാറിന്റെ ഒരു ടെന്നീസ് കളിക്കുന്ന സാധനം കാണിക്കും, തോർത്തൊക്കെ കൊടുത്തിട്ട് പുള്ളി സ്റ്റേജ് ഇങ്ങനെ കുണ്ടിയിട്ട് ഇളക്കിയിട്ട് ഈ കളിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ടോ, നല്ല രസം. സലീം കുമാറിന്റെ ഐറ്റവും കാണുമെന്ന്. പഴയൊരു സാധനമുണ്ട്, ഈ പ്രൊഫഷണൽ നാടകങ്ങൾ വെടിച്ചിറങ്ങൾ എന്ന് പറഞ്ഞിട്ട് പരിപാടി അവതരിപ്പിക്കുക. അത് ഞാൻ സ്റ്റേജ് ഇത് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിന്റെ മൊത്തം ഡയലോഗാണ് എനിക്ക് കാണാൻ അറിയാം. ഞാൻ അന്നൊക്കെ ഇത് തന്നെ കേട്ട് പോയി ഡയറക്റ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്ത് കോപ്പി അടിക്കുന്ന. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നാട്ടിൽ ലോക്കൽ സ്റ്റേജിലൊക്കെ കയറി ഞങ്ങൾ ഷോ കാണിക്കും. അപ്പോൾ അവർക്ക് നാട്ടുകാർ ഇത് കണ്ടിട്ടില്ല, മനസ്സിലായി. പക്ഷെ ഞാനിതിനാ പോയി ഇരിക്കുന്നത്. ഇങ്ങനെ പോയിരുന്നതെല്ലാം കണ്ടിട്ട് ഞാൻ വരും. ഞാൻ അടുത്ത ദിവസം ചെന്ന് പറയും, എടാ ഇങ്ങനെ ഒരു പരിപാടി കണ്ടു, ഇത് സൂപ്പറായിട്ട് നമുക്ക് അവിടെ അവതരിപ്പിക്കാം. എന്നിട്ട് അങ്ങനെ എനിക്ക് മിമിക്രി ഞാൻ ചെയ്യുവാന്നു. ഞാൻ ഈ ശബ്ദമൊക്കെ അനുകരിക്കുമല്ലോ. എത്രയോ നടന്മാരെയൊക്കെ അനുകരിച്ചുകൊണ്ടിരുന്ന പണ്ട്. പിന്നെ അത് നിർത്തി. പിന്നെ എനിക്ക് അനുകരിക്കണമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ചിലപ്പോൾ പാണ്ടി കരിമാറ എന്ന് പറയും, എടാ പാണ്ടി കരിമാറ എന്നൊക്കെ വിളിക്കാൻ നേരത്ത് വല്ല ഉപയോഗം. മറ്റേ ഇപ്പോൾ കോക്ക് പറഞ്ഞല്ലേ, പാണ്ടി കരിമാറ് പട്ടികളെ. അതെനിക്ക് ഇഷ്ടപ്പെട്ട അതിനകത്ത്. അപ്പൊ ഈ പരിപാടിക്കകത്ത് ഈ സലീം കുമാർ ഡയലോഗ് അടിക്കുന്നുണ്ട്. എന്താ ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട്, എന്തോ പെട്ടെന്ന് കിട്ടുന്നില്ലല്ലോ. ഞാനത് ഓർത്തിരിക്കുന്നതാണല്ലോ, തുടങ്ങിയാൽ കിട്ടും. അതായത് ഈ മകള് ഗർഭിണിയാന്ന് പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ പെണ്ണ് പറയാണ്ട് ഞാൻ 11 മാസം ഗർഭിണിയാന്നൊക്കെ. ഈ കടമ്പം കുംപ്ലീറ്റും കളം തോണ്ടിയിട്ടും നിർത്താറായില്ലേ നിന്റെ നശിച്ച വഴിപാട്ട്. ഇങ്ങനെ പഴയ ഡയലോഗൊക്കെ അടിക്കുന്നതേ. അപ്പൊ സലീം കുമാർ ഈ അപ്പന്റെ ക്യാരക്ടർ, മോളുടെ ക്യാരക്ടർ ആരാന്ന് ഞാൻ മറന്നുപോയി. നീ എവിടെ പോയിരുന്നു? ഞാൻ അമ്പലത്തിൽ പോയിരുന്നു അച്ഛാ. ഈ കടമ്പം കംപ്ലീറ്റും കളം തോണ്ടിയിട്ടും നിർത്താറായില്ലേ നിന്റെ നശിച്ച വഴിപെട്ട്. അങ്ങനെ പറഞ്ഞ നമ്മുടെ രാജൻ വന്നിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാ, മനസ്സിലായോ? ഞാൻ ഗർഭിണിയാ ബോളേ അച്ഛാ അച്ഛാ ബോളേ, ഇങ്ങനത്തെ സീനാ. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് മാറിയിരിക്കും. പിന്നെയും തുടങ്ങും, നിനക്ക് ഓർമ്മയുണ്ടോ എന്നെനിക്കറിയില്ല, എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ലെന്ന്. അങ്ങനെയൊക്കെ തിരിച്ചു മറിച്ച് അവര് പറയുന്നേ. എനിക്ക് ഓർമ്മയുണ്ടോ എന്ന് നിനക്കറിയില്ല, പണ്ട് മൂവാണ്ടൻ മാങ്ങകൾ നോക്കി നീ കരയുമ്പോൾ അച്ഛനാ മാവിൽ നീറിന്റെ കടിയും കൊണ്ട് 4 മാങ്ങകൾ പറിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനത്തെ കുറെ സാധനം ഉണ്ടോ. പക്ഷെ ഒരു കാര്യം, അന്ന് ഭയങ്കര വിറ്റായത്. നമുക്ക് എല്ലാവരും ചിരിച്ചോളൂ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിന്, മനസ്സിലായി? ഇങ്ങനത്തെ തിരിച്ചു മറിച്ചുള്ള പരിപാടികള്. പിന്നെ
അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ രാവിലെ തന്നെ പ്രഭാതം പൊട്ടി വിടണമെന്നോ അയാണ്ടൊക്കെ പറയും. അങ്ങനല്ല, വന്നിട്ട് ഇങ്ങനെ നിന്നിട്ട് ഫസ്റ്റ് ഡയലോഗാ, രാവിലെ തന്നെ നേരം വെളുത്തുള്ളൂ. ഇതൊക്കെ സലീം കുമാറല്ലേ, നല്ല രസമാ. ഇതൊക്കെ എന്ന് തുടങ്ങിയ പരിപാടി ഇവര്. അന്ന് ദിലീപ്, ഈ ലാല്, എല്ലാരും കലാഭവൻ. പിന്നെ രണ്ടാമത്തെ ജനറേഷൻ വരുമ്പോഴാണ് അബി ഉണ്ടെന്ന് തോന്നുന്നു. അബിയല്ല, അബി കുറച്ചുകൂടി ഇവരൊക്കെ ജൂനിയർ ആയിരിക്കും. ദിലീപും ജൂനിയറാ ശരിക്കും പറഞ്ഞ, കൊച്ചാ ദിലീപൊക്കെ. ഈ ലാലിന്റെ ഒക്കെ സമയത്ത് ലാല്, സിദ്ദിഖ്, ആ ടീം വേറെയാ. അവര് ഏറ്റവും ആദ്യം പരിപാടി തുടങ്ങുന്നത് മറ്റേ സിദ്ദിഖൊക്കെ ഉണ്ട്, ഈ സിദ്ദിഖല്ല. സിദ്ദിഖ് ലാലിലെ സിദ്ദിഖുണ്ട്, പിന്നെ ജയറാമൊക്കെ ഉണ്ട് ആദ്യത്തെ റൗണ്ടില്. മനസ്സിലായോ? ഞാൻ ഈ പുള്ളികളെ എല്ലാ സ്റ്റേജിലും കണ്ടിട്ടുണ്ട്. ഞാൻ കൊച്ചിലോട്ട് ഇത് കാണാൻ പോകും. അതുപോലെ എന്തോ പറഞ്ഞ ഇവിടെ വരെ വന്നേ, എന്താന്ന് ടോപ്പിക്ക്, വല്ല പിടിയുണ്ടോടെ? സാമി, ആസ്ട്രോളജി. ആസ്ട്രോളജി എന്തിനാ ഇവിടെ വരെ വന്നേ? എന്റെ ആ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിരുന്ന ആസ്ട്രോളജിക്കാർ ഇപ്പൊ ഇതെല്ലാം പറഞ്ഞേന്. ഇവർ ഈ ബായ് പറയുന്നതിന് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ തരാം, എന്റെ ഭൂതം ഒന്ന് പറയാവോ, ഞാൻ എന്തൊക്കെ ചെയ്തെന്നൊന്ന് പറ. എന്നെ മുന്നോട്ട് കൊണക്കണ്ട നീയൊക്കെ അല്ലേ? എന്നോട് ചോദിച്ചാൽ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തത് എന്താണ് എന്ന് ഈ ആസ്ട്രോളജി മൈരനോടൊന്ന് പറയാവോ? ഞാൻ ഇതിനു മുമ്പൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു, എന്താണ് എന്നെ അവിടെയൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളോ എനിക്കുണ്ടായ വിഷയങ്ങൾ വാർത്തയിൽ വരാത്ത ഭാവി പറയാമെങ്കിൽ അതും പറയാം. ഒന്ന് ചോദിക്കണം അല്ലേ ഈ നാറികളോട്? പഴം പറയും, നോക്കിയിരുന്ന ആദ്യം അത് പറഞ്ഞിട്ട് നോക്കാൻ പറ. ഈ എപ്പോഴും ആലോചിച്ചോ, നിങ്ങൾ അതിനൊന്നും കാര്യമില്ല. നമ്മുടെ ഹിസ്റ്ററി എന്താണെന്ന് പറയാൻ പറയണം. നിങ്ങൾ എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ തരാം. എനിക്കൊരു ഓർമ്മ വെച്ച കാലം തൊട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ആരെയൊക്കെ പ്രേമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അല്ല ഞാൻ എന്താ പറയണ്ട ഒരു കുളിസിയും കാണാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറയണം അല്ലേ? അങ്ങനെയൊക്കെ അതൊക്കെ പഴയ കഥയാണ്. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ കൊച്ചു പിള്ളേരൊക്കെ കുളിസി എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ അങ്ങനൊന്നും പറയണ്ട. ഏതൊക്കെ സ്പായി പോയിട്ടുണ്ട്, ഏതൊക്കെ പെണ്ണുങ്ങൾ എത്ര പ്രാവശ്യം പോയെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയുമോ നോക്കാം, കഞ്ചാവ് അടിക്കുകയോ ഇല്ലയോ, കള്ളു കുടിക്കുകയോ, ഏതൊക്കെ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ട്. ഇവന്മാരെങ്ങനെ പറയും? പേര് പോലും അറിയത്തില്ലായിരിക്കും. എന്തിനാട്ടെ പോട്ടെ.